ചെക്ക് ചെയ്യാതെയാണ് നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ എമിറേറ്റ്സ് സൈഡിൽ ചിലപ്പോൾ ഫൈൻ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ഇത് നമ്മൾ അറിയുന്നത് എയർപോർട്ടിൽ വെച്ചിട്ട് മാത്രമായിരിക്കും. ആ ഒരു സമയത്ത് സെറ്റ് ചെയ്യാൻ പറ്റാത്ത എമൗണ്ട് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ യാത്ര തന്നെ അവിടെ ക്യാൻസൽ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സാധാരണ ട്രാഫിക് ഫൈൻ അതുപോലെ പാർക്കിംഗ് റിലേറ്റഡ് ഫൈൻസിനൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം വരില്ല. പക്ഷെ അതർ കാറ്റഗറി ഫൈൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. വെറും 2 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫൈൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇത് ചെക്ക് ചെയ്യാതെയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് എന്നുണ്ടെങ്കിൽ, നാട്ടിലേക്ക് ആയിക്കോട്ടെ വിദേശ ഏത് രാജ്യത്തേക്ക് UAE വിട്ടു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ യാത്ര തന്നെ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ UAEയിലുള്ള എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാം. നമ്മുടെ ഫോണിൽ തന്നെ നിങ്ങൾ GDRFIയുടെ വെബ്സൈറ്റിൽ കയറുക. അതിനകത്ത് ഫൈൻ എൻക്വയറി സർവീസസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എമിറേറ്റ്സ് ID എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്മിഷൻ കൊടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈൻ ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രീൻ സൈൻ നൽകി കിട്ടും. ഇത് നിങ്ങൾക്ക് ഫൈൻ ഇല്ല എന്നുള്ളതിന്റെ കൺഫർമേഷൻ ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് പോകും. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസിനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാം.